ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു തവളക്കുട്ടന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിടത്ത് ഒരു തവളക്കുട്ടനുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിതെറ്റി പൊട്ടക്കിണറ്റിൽ വീണു. എന്നും മുകളിലേക്ക് നോക്കി അവൻ ഉറക്കെ വിളിക്കും, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന്. അവൻ ഒറ്റക്കായിരുന്നു. അതിനുള്ളിൽ കിണറിനുള്ളിൽ വീഴുന്ന പ്രാണികളായിരുന്നു അവന്റെ ഭക്ഷണം. ഇനി എങ്ങനെ എന്റെ അച്ഛനെയും അമ്മയെയും കാണും എന്നാലോചിച്ച് അവൻ കിണറിനുള്ളിൽ കിടന്ന് വിഷമിക്കും. പക്ഷേ രാത്രിയായാൽ അവനൊരു കൂട്ടുണ്ട്. ആരാന്നറിയോ? അതാണ് അമ്പിളിയമ്മാവൻ. രാത്രിയാവുമ്പോൾ അമ്പിളിയമ്മാവനെ തവളക്കുട്ടൻ കിണറിനുള്ളിലെ വെള്ളത്തിൽ വളരെ അടുത്ത് കാണും. അവൻ അമ്പിളിയമ്മാവനോട് എന്നും കുറേ നേരം സംസാരിക്കും. അമ്പിളിയമ്മാവനെ തൊടാൻ നോക്കും. പക്ഷെ വെള്ളത്തിലെ രൂപമായതിനാൽ അമ്പിളിയമ്മാവനെ അവന് തൊടാൻ സാധിക്കില്ല. അവൻ എന്നും അമ്പിളിയമ്മാവനോട് ചോദിക്കും, എന്നെയും കൂടി കൊണ്ടുപോകുമോ മുകളിൽ ആകാശത്തേക്ക്? അത് കേൾക്കുമ്പോൾ അമ്പിളിയമ്മാവൻ ചിരിക്കും. ഒരു ദിവസം എന്നെയും കൊണ്ടുപോകുമോ എന്ന് തവളക്കുട്ടൻ ചോദിച്ചപ്പോൾ അമ്പിളിയമ്മാവൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. തവളക്കുട്ടന് വളരെ അധികം സന്തോഷമായി. പക്ഷേ അമ്പിളിയമ്മാവൻ പറഞ്ഞു, നിന്നെ കൊണ്ടുപോകണമെങ്കിൽ നീ മുകളിലേക്ക് ചാടി കിണറിന് പുറത്തു കടക്കണം എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ എടുത്തു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നീ എന്നും പരിശ്രമിക്കെന്ന്. നീ കിണറിന് വെളിയിലെത്തുന്നുവോ അന്ന് ഞാൻ നിന്നെ കൊണ്ടുപോകാം. അമ്പിളിയമ്മാവൻ ഇത് കേട്ട തവളക്കുട്ടന് സന്തോഷമായി. അവൻ ചാടി നോക്കി, പക്ഷേ അധികം ഉയരത്തിൽ എത്തനില്ല. എങ്കിലും അവൻ അന്നു മുതൽ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചാടിയപ്പോൾ കുറച്ചധികം ഉയരത്തിലേക്ക് അവന് ചാടാൻ പറ്റി. കിണറിന്റെ അടിത്തട്ടിൽ നിന്നും കുറച്ചു മുകളിൽ ചാടി കയറിയിരുന്നു. അവൻ പിന്നെയും മുകളിലേക്ക് ചാടി കുറച്ചുകൂടെ മുകളിൽ ഒരു കല്ലിനു മുകളിൽ അവനെത്തി. പിന്നെയും പിന്നെയും അവൻ മുകളിലേക്ക് ചാടിക്കൊണ്ടിരുന്നു. അവസാനം അവൻ കിണറിന് മുകളിലെത്തി. കിണറിൽ നിന്നും പുറത്തിറങ്ങി. അവൻ ചുറ്റും നോക്കി. അവന് സന്തോഷമായി. വീണ്ടും തവളക്കുട്ടന് അവന്റെ നാട് കാണാൻ സാധിച്ചു. അപ്പോൾ അതാ പിന്നിൽ നിന്നൊരു ശബ്ദം നോക്കിയപ്പോൾ വരുന്നു തവളക്കുട്ടന്റെ അച്ഛനും അമ്മയും. അവർ കുറെ നാളായി തവളക്കുട്ടനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നടന്നതെല്ലാം തവളക്കുട്ടൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അവരെല്ലാവരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നാലും ഇത്രയും ആഴമുള്ള കിണറിനുള്ളിൽ നിന്ന് നീ എങ്ങനെ പുറത്തു വന്നു എന്ന് തവളക്കുട്ടന്റെ അമ്മ ചോദിച്ചു. അപ്പോൾ തവളക്കുട്ടൻ അമ്പിളിയമ്മാവൻ പറഞ്ഞ കാര്യം പറഞ്ഞു. അതെല്ലാം കേട്ട് തവളക്കുട്ടന്റെ അച്ഛനും അമ്മയും ആശ്ചര്യപ്പെട്ടു. നേരം രാത്രിയായി. അതാ അമ്പിളിയമ്മാവൻ വിളിക്കുന്നു, തവളക്കുട്ടാ, എടാ, നീ മുകളിലെത്തിയോ? എങ്കിൽ വാ, നമുക്ക് ആകാശത്തേക്ക് പോകാം. അത് കേട്ടപ്പോൾ തവളക്കുട്ടൻ പറഞ്ഞു, ഇനിയിപ്പോ ഞാൻ വരനില്ല അമ്മാവാ. ഞാനേ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഇനി സുഖമായി ജീവിക്കാൻ പോവാ. ഇത് കേട്ട് അമ്പിളിയമ്മാവൻ ഉറക്കെ ചിരിച്ചു. തവളക്കുട്ടനും അച്ഛനും അമ്മയും ചിരിച്ചു. തവളക്കുട്ടനും അമ്മയും അച്ഛനും വീട്ടിലേക്ക് തിരിച്ചുപോയി. കൂട്ടുകാരെ, എല്ലാവരും കഥ മുഴുവനും കേട്ടോ? ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ വിജയം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും വരാം. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.